Hi all, welcome to Chapter 1 Civil. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Adequacy of Raingauge Stations and Estimation of Missing Data. അതിലാദ്യം നമുക്ക് Adequacy of Raingauge Stations ഡിസ്കസ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരു പെർട്ടിക്കുലർ കാച്ച്മെന്റിൽ കുറേ നമ്പർ ഓഫ് റെയിൻഗേജ് സ്റ്റേഷൻസ് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ അവിടെയുള്ള സ്റ്റേഷൻസ് അഡ്യൂക്കേറ്റ് ആണോ എന്ന് വെച്ചാൽ ഒപ്റ്റിമം നമ്പർ ഓഫ് ഗേജസ് തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് റിലയബിൾ ഡാറ്റ കിട്ടണമെങ്കിൽ. എന്നിട്ട് നമുക്ക് പല ഡിസൈൻ പർപ്പസിനൊക്കെ ഇത് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനെല്ലാം അഡ്യൂക്കേറ്റ് ആയിട്ട് ഒരു ഡാറ്റ നമുക്കുണ്ടോ, നമ്പർ ഓഫ് റെയിൻഗേജ് സ്റ്റേഷൻ കൂട്ടണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴി ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പഠിക്കുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = CV ഡിവൈഡഡ് ബൈ എപ്സിലോൺ ദി ഹോൾ സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒപ്റ്റിമൽ നമ്പർ ഓഫ് സ്റ്റേഷൻസ് എന്ന് വെച്ചാൽ ഒരു കാച്ച്മെന്റിൽ വേണ്ട ഒപ്റ്റിമം നമ്പർ. അതിൽ കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് നല്ലതാണ്, കുറച്ചും കൂടി ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അലോവബിൾ ഡിഗ്രി ഓഫ് എറർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റേഷനിൽ നമ്മൾ എടുക്കുന്ന മെഷർമെന്റിന് എത്രത്തോളം എറർ ആവാം. മീൻ റെയിൻഫാളിലുള്ള അലോവബിൾ ഡിഗ്രി ഓഫ് എറർ ആണ് എപ്സിലോൺ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = CV ബൈ എപ്സിലോൺ ഹോൾ സ്ക്വയർ. CV എന്ന് പറഞ്ഞാൽ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് റെയിൻഫാൾ ആണ് CV കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. CV കാണാനുള്ള ഇക്വേഷൻ എന്താണ് അപ്പം? CV = 100 × സിഗ്മ m-1 ഡിവൈഡഡ് ബൈ P bar. സിഗ്മ m-1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, P bar എന്ന് പറഞ്ഞാൽ മീൻ പ്രസിപ്പിറ്റേഷൻ ആണ്. 100 × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ വാല്യൂ, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. സിഗ്മ m-1 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം, PI - P bar the whole square divided by m-1 whole square root of. ഇനി P bar എന്ന് പറഞ്ഞാലോ P1 + P2 + P3 extra up to PM divided by M, വെച്ചാൽ ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം, ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ എക്സാമിനൊക്കെ PSC ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. CV n = CV by epsilon the whole square and CV is equal to 100 × standard deviation divided by the mean value. ഇനി നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് മിസ്സിംഗ് ഡാറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. എന്ന് വെച്ചാൽ കുറേ റെയിൻഗേജ് സ്റ്റേഷൻസിലെ വാല്യൂസ് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ ചില സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ വാല്യൂ നമുക്ക് മിസ്സായിപ്പോയി. 32 സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ 15ാമത്തെ സ്റ്റേഷനിലെ മിസ്സിംഗ് ആയിപ്പോയി. അങ്ങനെ അപ്പോൾ 15ാമത്തെ സ്റ്റേഷനിൽ നമുക്ക് ഒരു വാല്യൂ എടുക്കണം. ആ വാല്യൂ കുറച്ച് റിലയബിൾ ആയിട്ട്, കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. എസ്റ്റിമേഷൻ ഓഫ് മിസ്സിംഗ് ഡാറ്റ. ശരിക്കും ഇപ്പോൾ നമുക്ക് ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻഗേജ് സ്റ്റേഷൻസ് എത്ര വേണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എപ്പോൾ കണ്ടിന്യൂസ്ലി മെഷർ ചെയ്ത വാല്യൂസ് ചില സ്റ്റേഷനിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കേരളയിൽ എടുക്കുകയാണെങ്കിൽ കേരളയിൽ ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമം നമ്പർ ഓഫ് സ്റ്റേഷൻസ് കണ്ടുപിടിച്ചപ്പോൾ 40 വേണമെന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ 32 അവൈലബിൾ ആയിട്ടുള്ളൂ, പക്ഷേ ടോട്ടൽ നമുക്ക് 40 വേണമായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ചില സ്റ്റേഷൻസിൽ മിസ്സിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ n വാല്യൂ നമുക്ക് 40 കിട്ടിയെന്ന് വിചാരിക്കാം, പക്ഷെ നമുക്ക് ഓൾറെഡി എത്രയേ ഉള്ളൂ, 32 നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 8 കൂടി നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യണം. പല പല ജില്ലകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു 8 സ്റ്റേഷൻസ് കൂടി കണ്ടുപിടിച്ചിട്ട്, ഓൾറെഡി മെഷർ ചെയ്യുന്ന സ്റ്റേഷൻസ് കൂടി കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ റെയിൻഗേജ് സ്റ്റേഷൻസ് കൂടുതലായിട്ട് ഇൻസ്റ്റോൾ ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ആണ് നമുക്ക്, അപ്പോഴാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ടോട്ടൽ കേരളയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആവുകയുള്ളൂ എന്നാണ് ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ 8 കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കണം. അതിലേതെങ്കിലും ഇപ്പോൾ ഒന്ന് മിസ്സായിപ്പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ആ മിസ്സിംഗ് ഡാറ്റ കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ അരിത്മെറ്റിക് ആവറേജ് പ്രൊസീജിയറും അതുപോലെ തന്നെ നോർമൽ റേഷ്യോ മെത്തേഡ്. അപ്പോൾ സിമ്പിൾ അരിത്മെറ്റിക് ആവറേജ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആവറേജ് എടുക്കുക എന്ന് വെച്ചാൽ PX സ്റ്റേഷനിലെ മിസ്സിംഗ് ആണ്, ബാക്കിയുള്ള സ്റ്റേഷൻ്റെ എല്ലാം ആവറേജ് എടുത്തിട്ട് ആ വാല്യൂ ഇതിന് കൊടുക്കുന്നു. ഇപ്പോൾ 40 സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ 39 സ്റ്റേഷൻ്റെയും വാല്യൂസ് എടുത്തു, പ്രസിപ്പിറ്റേഷൻ വാല്യൂസ് എടുത്തു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റേഷൻസ്. അപ്പം PX = ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ PX = 1/m P1 + P2 + P3 എക്സ്ട്രാ അപ് ടു PM, m സ്റ്റേഷൻസിലെ വാല്യൂസ് അവൈലബിൾ ആണെങ്കിൽ. ഇതാണ് സിമ്പിൾ അരിത്മെറ്റിക് ആവറേജ് പ്രൊസീജിയർ. ഇനി നമുക്ക് നോർമൽ റേഷ്യോ മെത്തേഡ് നോക്കാം. അപ്പം നോർമൽ റേഷ്യോ മെത്തേഡ് പഠിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ,
നോർമൽ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ, നോർമൽ ഡെയിലി പ്രസിപ്പിറ്റേഷൻ ഒക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ അറ്റ് സ്റ്റേഷൻ എ എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷത്തെ ഡാറ്റയുടെ ആവറേജ് ആണ്. ഇപ്പം ഞാൻ 1970 തൊട്ട് 2000 വരെയുള്ള ആനുവൽ പ്രസിപ്പിറ്റേഷൻ സ്റ്റേഷൻ എയിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ആവറേജിനെയാണ് നമ്മൾ നോർമൽ ആനുവൽ റെയിൻഫാൾ ഓഫ് സ്റ്റേഷൻ എ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നമ്മളൊരു റിലേഷൻ വേണം. പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത 30 ഇയറിൽ കൂട്ടും. അപ്പോൾ നോർമൽ ഡെയിലി റെയിൻഫാൾ ആണെങ്കിലോ 1970 ജനുവരി 1 വാല്യൂ എടുക്കുന്നു, 71 ജനുവരി 1 വാല്യൂ എടുക്കുന്നു, അങ്ങനെ 30 ഇയേഴ്സ് ടോട്ടൽ കാണുന്ന, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണുന്ന വാല്യൂ, അതിനെയാണ് നോർമൽ ഡെയിലി റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇനി നോർമൽ മന്ത്ലി ആണെങ്കിലോ, ഇപ്പം 1970 ജനുവരി മന്തിലെ ടോട്ടൽ പ്രസിപ്പിറ്റേഷൻ, 72 ജനുവരി മന്തിലെ ടോട്ടൽ പ്രസിപ്പിറ്റേഷൻ, അതിൻ്റെ എല്ലാം 30 ഇയർ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണുന്ന വാല്യൂ, അതാണ് നോർമൽ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ. ഇനി നോർമൽ റേഷ്യോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മിസ്സിംഗ് ആയ സ്റ്റേഷനിലെയും നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്ക് അറിയുമായിരിക്കും. അപ്പോൾ കേരള എടുക്കുകയാണെങ്കിൽ അവിടെ 40 സ്റ്റേഷൻസ് വേണമെന്ന് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്തു. അതിലേതെങ്കിലും ഒരു സ്റ്റേഷനിൽ മിസ്സിംഗ് ആണ്. ഈ 40 സ്റ്റേഷനിലെയും നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നോർമൽ ആവറേജ് പ്രസിപ്പിറ്റേഷൻ വഴി ഈ മിസ്സിംഗ് ആയ സ്റ്റേഷനിൽ എന്ന് വെച്ചാൽ എക്സ് സ്റ്റേഷനിൽ ഒരു പ്രസിപ്പിറ്റേഷൻ വാല്യൂ മിസ്സിംഗ് ആണ്, ഏതെങ്കിലും ഇയറിൽ മിസ്സിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യും. എപ്പോൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ നോർമൽ ആവറേജ് വാല്യൂ ഓഫ് ഈ മിസ്സിംഗ് ആയ സ്റ്റേഷൻ്റെത് 10% കൂടുതൽ മറ്റ് നോർമൽ വാല്യൂസായിട്ട് ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ബാക്കി 39 സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഇതിൻ്റെ നോർമൽ വാല്യൂസ് തമ്മിൽ 10% കൂടുതൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നോർമൽ റേഷ്യോ മെത്തേഡാണ് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ കാണാണ്ടായ സ്റ്റേഷനിലെ നോർമൽ വാല്യൂ 1000 ആണെന്നും വേറൊരു സ്റ്റേഷനിലെ നോർമൽ വാല്യൂ 2000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 10% കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് Px = nx / m into P1/n1 plus P2/n2 plus Pn/n. ഇവിടെ 10%-നേക്കാൾ കൂടുതൽ വേരിയേഷൻ വേണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ചിലപ്പം ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ നോർമൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻ 10%-നേക്കാൾ കൂടുതലുണ്ടോ എന്ന് നോക്കുക. കൂടുതലുണ്ടെങ്കിൽ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യണം, കുറവാണെങ്കിൽ സിമ്പിൾ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. Thank you. If found useful, subscribe to our channel, Chapter 1 C.